Hi guys, today we are playing Block Fruits Part 3. So now I am level 50. So I am playing in the pirate village, not the pirate jungle. See? Help. I'm gonna help her. No, she's. Oh, she's a flame. She's. So I'm gonna take a quest. I'm gonna take brute pirates brute. I already killed pirates many times, so I'll take brute. Okay. What is she doing? I'll also kill her, bro. Mace smash. Oh shit. She's so powerful. What? What the crap? I'll also kill. Ah, go. First kill her today. Oh shit. I don't like her even a bit because she's a trash. So I'm gonna complete my quest menu items. Oh, material. What? Why did I need a scrap too? I think I can. I think I can do this. I need scrap metal to upgrade my weapon. So let's just upgrade this place. Here. Somewhere here it's upgrading place. Oh, he didn't mind me. Where is the upgrading place? I can upgrade things with the scrap metal. So scrap metal. So they can. Where is the upgrading? Oh, there's that brush. Where's the upgrading? Oh, here. Blacksmith. Blacksmith, I need a. Needs items. Scrap metal. Oh, I need to complete my quest first, so I'm gonna first kill the. Oh, that trash! I don't like her even a bit. Or
ഇനി ഞാൻ മലയാളത്തിൽ സംസാരിക്കാം കേട്ടോ. അപ്പം ഗൈസ് എനിക്ക് ഇതാണെങ്കിൽ ഭയങ്കര ഹാർഡാട്ടോ ഗ്രൂപ്പിനെ കില്ല് ചെയ്യണമെങ്കിൽ. ആരൊക്കെ ബ്ലോക്ക് ഫ്രൂട്ട്സ് കളിക്കുന്നത് കമൻറ്റ് ചെയ്തോളാട്ടെ. ആളവിടെ ആളെ ഒന്നിനെ രണ്ടുപേരും ഒന്നും കേട്ടോ. 8 ആൾക്കാരെങ്കിൽ കൊല്ലണം. സീക്രട്ടായിട്ടുള്ള സ്പൈക്ക് എടുക്കാല്ലേ നമുക്ക്. സ്പൈക്ക് ചെയ്യാണ്ടാ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ എനിക്ക് സ്പൈക്ക് കിട്ടണൊരു ഇതുണ്ടായിരുന്നു. അത് കണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സ്പൈക്ക് കൊണ്ട് കില്ല് എനിക്ക് സ്പൈക്കിന് പുതിയ ലെവലൊക്കെ അപ്ഗ്രേഡ് ആവും. അപ്പോൾ എനിക്ക് പുതിയ സ്കില്ലുകൾ കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഓടി നടക്കണ് സ്പൈക്കിൻ്റെ ഇത് കിട്ടാൻ. എന്തേ കണ്ടപ്പോൾ 2 ബ്ലോക്ക് ഫ്രൂട്ട്സ്. ഇപ്പം എനിക്ക് അതിന് 21 ആയി 25 ആയി കഴിഞ്ഞാൽ എനിക്ക് പുതിയ സ്കില്ല് കിട്ടും. ഞാൻ കുറേ റോബക്സ് ഒക്കെ കൊടുത്തിട്ടാട്ട് ഇത്രയും വലിയ സീട്ടൊക്കെ കാണിച്ചിരിക്കുന്നു. ഉണ്ടാ 22 ആയിട്ടാ ലെവൽ. എനിക്ക് 25 ആയി കഴിഞ്ഞാൽ പുതിയ സ്കില്ല് ഓപ്പൺ ആവും. വേൾവിൻ്റെ എൻ്റെ പുതിയ ഐറ്റം എടുക്കാല്ലേ. പുതിയതല്ല, ഞാൻ എൻ്റെ മുമ്പത്തെ എടുക്കാം. അതിന് പുതിയൊരു ഇത് ആവും. ഇപ്പോൾ പുതിയൊരു അതുകൊണ്ട് ഞാൻ അതെടുക്കാം. എനിക്ക് അതിൻ്റെ പുതിയ സ്കില്ല് ഓപ്പൺ ചെയ്യണം. നല്ലതാണെന്ന് ഞാൻ വിചാരിക്കണം. എൻ്റെ പുതിയ സ്കില്ല് പേരെന്താ? ടൊർണേഡോ. ഇത് പക്ഷെ കുറച്ച് ഫാസ്റ്റ് ആട്ടോ മറ്റേ അയൺ മെയ്സിനേക്കാളും. കാരണം എന്താ ആൾക്ക് തന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കണ്ട എൻ്റെ ഹെൽത്ത് ഇപ്പോഴും 205 തന്നെയാണ്. സ്ക്രാപ്പ് മെറ്റൽ വീണ്ടും കിട്ടിയിട്ടാണ്. സ്ക്രാപ്പ് മെറ്റലിന് എന്താ കാര്യം ശരിക്കും പറഞ്ഞു? അപ്ഗ്രേഡ് എങ്ങനെ മനസ്സിലായിട്ടില്ലേ? നിങ്ങൾക്കറിയണമെങ്കിൽ കമൻറ്റ് ചെയ്തോളോട്ടെ എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യണവർക്ക് ഫ്രൂട്ട് കൊടുക്കുന്നുണ്ടാവും ബ്ലാക്ക് ഫ്രൂട്ട്സിൽ. ട്വൻറ്റി 28, 29 ആവും. ഇപ്പം ഞാനാവും. എനിക്ക് സ്പൈക്കും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം ഗൈസ്. സ്പൈക്കിന് വേണ്ടി ഇപ്രാവശ്യം ഞാനൊന്ന് ഓടിക്കോ. ഇതാട്ടോ എൻ്റെ ട്രിക്ക്. ഞാൻ ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് പോലും കൊല്ലാൻ പറ്റാത്തൊരു വില്ലനെ കൊന്നുണ്ട്. സ്പൈക്ക് കണ്ട സ്പൈക്ക് ലെവൽ 22 ആയി 27 ആയിട്ട്. ഇത് ഞാൻ 30 ആക്കിയിട്ട് സ്പൈക്ക്
ഡോണ്ട് കിൽ ഇതാണ് എന്തിട്ടൊക്കെ കമൻറ്റുകൾ ബ്ലാക്ക് ഫ്രൂട്ട്സിൽ. ആരൊക്കെ റോബ്ലോക്സ് കളിക്കുന്നത് കമൻറ്റ് ചെയ്തോളാം. അവർക്ക് ഞാൻ റോബക്സ് കൊടുക്കൂട്ടാ. 10 റോബക്സ് ഒക്കെ വെച്ചിട്ടാ കൊടുക്കുള്ളൂ. എന്നാലും നിങ്ങൾക്ക് അതുകൊണ്ട് ചില ഗെയിമിലൊക്കെ ഗെയിം പാസുകൾ ബൈ ചെയ്യാനൊക്കെ പറ്റും. 3000 ക്വസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടാ. അറിഞ്ഞില്ല ക്വസ്റ്റ് കംപ്ലീറ്റ് ആയത്. ഡിഫൻസ് കൂട്ടട്ടെ. റീഫണ്ടിന് എത്ര റോബക്സ് റീഫണ്ട് ചെയ്യണമെങ്കിൽ 75. തൽക്കാലത്തേക്ക് റീഫണ്ട് ചെയ്യണ്ടല്ലേ. എന്ത് പറഞ്ഞു സ്പൈക്കിന്? സ്പൈക്ക് ചിലവരൊക്കെ വിചാരിക്കും ചെറിയ ഫ്രൂട്ടാണ്. കുഴപ്പമില്ല, നല്ല ഫ്രൂട്ടാണ് സാധനം. സ്പൈക്കാണെങ്കിലും ഗ്രേ കളറാണ് ഏറ്റവും ആൾക്കാർക്ക് ബ്ലാക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമല്ലാത്ത കളർ. കാരണം അതിനൊന്നും നല്ല ഫ്രൂട്ട്സുകളില്ല. പക്ഷെ എന്നാലും നിങ്ങളത് സ്പൈക്ക് കിട്ടിയാലും വിഷമിക്കൊന്നും വേണ്ട. സ്പൈക്ക് കൊണ്ടും നമുക്ക് ആൾക്കാരെ കില്ല് ചെയ്യാനൊക്കെ പറ്റും. കുറച്ചൊന്ന് പണിയുണ്ട്. 23 ആയിട്ടുള്ള 25 ആക്കണമെങ്കിൽ 2 മാസ്റ്ററും കൂടി. ഇതാട്ടാ ബോസ് ബോബി. ഞാനൊന്ന് കില്ല് ചെയ്യാൻ നോക്കാം. കില്ല് ചെയ്യാൻ പറ്റില്ല എന്നെൻ്റെ ആള് ഭയങ്കര പവർഫുൾ ആട്ടോ. ആള് നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. കണ്ടാ ആളുടെ പവേഴ്സ് കണ്ടില്ലേ? ആൾക്കൊരു ഇൻവിസിബിളായിട്ട് പോകുന്ന സ്വാഡൊക്കെ ഉണ്ട്. ഇൻവിസിബിൾ അല്ല, ഈ കണ്ട അതാട്ടാ ആളെ കൊല്ലാനുള്ളൊരു പാട്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണല്ലോ. കൊല്ലാനൊന്നും പറ്റത്തില്ല, കാരണം അത്രയും പവർഫുള്ളാണ്. ഷിറ്റ്. അപ്പം അതിൻ്റെ ഒപ്പം മറ്റൊരു വന്നു. മോസ്റ്റ് പവർഫുൾ. അയ്യോ, ആള് വരുന്നുണ്ട്. ആളവിടെ. അയ്യോ ഷിറ്റ്, എൻ്റെ മോനെ ഞാൻ തടഞ്ഞൂട്ടാ. ഷിറ്റ്. അയ്യോ പേടിയുണ്ട് ഗൈസ് ചെറുതായിട്ട്. കാരണം ആളെ കൊല്ലണമെങ്കിൽ നല്ല പാടാട്ടാ ഗൈസ്. ടോർണേഡോ കിട്ടിയാൽ പോലും കൊല്ലാൻ നല്ല പാടാ. ഈവൻ മറ്റേ നമ്മളുടെ കിറ്റ്സൂടെ ഡ്രാഗൺ കിട്ടിയാൽ തന്നെ കൊല്ലാൻ നല്ല പാടാട്ടാ. ബോബീനെ ബോബി ആരല്ലേ? എന്താ വരട്ടെ, തമാശ പറയണ്ട, കിങ്ങാണ് ബോസ്. ഷോട്ട് സ്പൈക്സ് കണ്ട ആളുടെ സ്വാഡല്ല, അത് സ്വാഡ് ഒരു ഇതാണ്. ഷിറ്റ്. സ്പൈക്ക് ഓക്കെ ഗൈസ്. ഷിറ്റ് കണ്ടോ ഗൈസ്? പക്ഷെ അതെങ്ങനെയോ തടഞ്ഞു നിർത്തിയത്. എങ്ങനെയാണെന്നറിയില്ല. എന്തോ ഒരു ഭാഗ്യം. വേൾഡിൽ യൂസ് ചെയ്യാം. എന്നിട്ട് യൂസ് ചെയ്യാം. പിന്നെ ട്രിക്സ് ആട്ടത്. കണ്ട അപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യുക. അവർക്ക് ആരെവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. അതാണ് എൻ്റെ ഒരു ട്രിക്ക് ഗൈസ്. സാവധാനം ചെയ്ത കൊല്ലാട്ടാ, വലിയ പാടൊന്നുമില്ല. ഷിറ്റ്
ഇപ്പോൾ മറ്റയാൾ കൂടി അവരുടെ ടീമിൽ. ഞാൻ നിന്നെട്ടില്ല അറ്റാക്ക് ചെയ്യണേ. എന്താണ് ഉഷിട്ട് ആൾക്ക് കൂടി കിട്ടിയിട്ടാ. ഇപ്പം ഭയങ്കര ഇതാവും. അവരവിടെ. ബോബി അവിടെ. ബോബി ബോസേ, ബോബി പോയാ ചത്ത. ബോബി പോയില്ലോ. എന്താ ബോബിക്ക് പറ്റിയേ? ഞാൻ കൊല്ലുന്നു മനസ്സിലായില്ലേ? ഇനി അവരുടെ അടുത്തത് സ്പൈക്ക്. ഓടോ മോനെ, ഓൾഡ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് അതുപോലത്തെ കാണുന്നൊക്കെ ഉണ്ട്. ബട്ട് ടു എക്സ്പെൻസീവ്. ക്യാപ്റ്റനാ ഒസീൻഡ്രോ ആളെങ്ങോട്ട് ടെലിപ്പോർട്ട് ചെയ്ത ആളെങ്ങോട്ട് പൈരച്ചിട്ട് ക്യാപ്റ്റനാണ്. എന്നാലും നമ്മുടെ ബോബി അവിടെ പോയി. അവിടെ ഉണ്ടോ? അവിടെ ഉണ്ട് ആളുടെ ആളാരാ ഒന്ന് ക്യാപ്റ്റനാവാനാ സാധ്യത. ഞാൻ പിന്നാലെ പോളില്ലേ, ഞാൻ ചത്തു കൊടുക്കാം അല്ലേ. കണ്ട ആളുടെ പവർ. ഞാൻ ജസ്റ്റ് ആളത് ട്രൈ ചെയ്തൊക്കെ അറിയില്ലേ. എന്നാലും ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കിട്ടാം. ആളൊക്കില്ലേ ഞാൻ നോക്കാം. എന്നാ മോനെ പിടിച്ചോ. എൻ്റെ പവറ പോലെ ഞാൻ ചെറിയൊരാളാണെങ്കിലേ എനിക്കില്ല കൊല്ലാനൊക്കെ പറ്റും. എന്നാ പിടിച്ചോ. എന്താ നോക്കിടാ ബോബി. ബോസല്ലേടാ. കൊന്നു. ലെവൽ 55 50 അവിടെ. എന്നിട്ട് കുറച്ച് നേരമൊക്കെ ഫൈറ്റ് ചെയ്തതില്ലേ. അവിടെ ഡൈവട്ട് ഉണ്ടായിരുന്നുല്ലേ. ഞാൻ കണ്ടില്ലേ. എങ്ങനെയോ എനിക്ക് കിട്ടിയതാ ഡോളേഴ്സ്. ഇപ്പം എത്ര $60,000 ആയിട്ടൊക്കെ. ഒരു ബോബി. കണ്ടോ ഒറ്റടിക്ക് 0 ആക്കി കൊന്നു. ഒരു ബോബി ഇവിടുത്തെ ബോസ്. ഇവിടെ ഉണ്ട് എനിക്കറിയാം. കാരണം ഞാനിവിടെ കുറേ കാലം പോയിട്ടൊക്കെ. പിന്നെ ഇവിടെ ഒരു റിച്ച് പേരുണ്ട്. ആളോട് സംസാരിച്ചൊക്കെ കേട്ടിട്ട് ഡോളേഴ്സ്. ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതെവിടെ പോയി? അവിടെ ഉണ്ട്. ഇവിടെ ഒരൊട്ടായിരുന്നു. പോയി ആരെങ്കിലും എടുത്തിട്ടോ ഒറ്റടി. റോളുടെ പവർ ഇടില്ലേ. കാര്യം ആളുടെ ഒപ്പം വെറുതെ കളിക്കാൻ നിൽക്കണ്ടായിരിക്കും. നമ്മൾ ചാവാനാ പോണ്. ഷെടാ അയ്യോ ചത്തു. കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ട് 0 3 ടൈപ്പ് സ്വാഡ് ഉണ്ടെങ്കിൽ ആക്സസറീസ്
ട്രഷറൊക്കെ എനിക്ക് 0 ഞാൻ 2-3 ട്രഷർക്ക് അതുപോലെ കട്ട് പിടിച്ചു. അവിടെ മേലെയൊക്കെ ഇടയ്ക്ക് ട്രഷേഴ്സൊക്കെ വെക്കാറുണ്ട്. ആൾക്കാലത്തേക്ക് ഇയാളുടെ ഒപ്പം ഒന്ന് ഫൈറ്റ് ചെയ്യാം. ഒരു ബ്രൂട്ട്. ഞാൻ എൻ്റെ അടുത്ത ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിർത്തും കേട്ടോ. ആളുടെ പവർക്ക് ഞാനിനി എൻ്റെ ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുവാണ്. ബ്രൂട്ട് കൺഫേം. എനിക്ക് ബോവിനെ ചെയ്യാൻ ക്വസ്റ്റിൽ നോക്കാൻ പറ്റിയ അതൊക്കെയാണ്. ഇതിൽ കൂടെ അതേ ആളാണ് എന്നെ കൊന്ന. ഓ എനിക്കാണ് കിട്ടിയ 30,000 ഫോർ കില്ലിങ്. പൊട്ടനാണെങ്കിൽ എനിക്ക് വേണ്ടി പോസ്റ്റൊക്കെ ഇല്ലേ തോന്നുന്നു. എനിക്ക് കിട്ടിയ എൻ്റെ സാധനങ്ങളൊക്കെ എനിക്കപ്പോഴേക്കും എൻ്റെ ഫ്രൂട്ട് ഒന്ന് ഇതാക്കണം. 25 hour ഇട്ടാ 24 ആയി 24 ആയിട്ടാ ഗൈസ്. 24 ആയി. എൻ്റെ പുതിയ സ്കിൽ അവൈലബിൾ ആവാറായി. ഇപ്പം 25 ആവും. ഓ ഞാൻ അത്ര ഹൈറ്റിലാണ് അടിച്ച് ഇതാക്കി. എല്ലാം ഇപ്പം കളിക്കാൻ വന്നതുപോലെ ഇരിക്കും മോനെ. ഇനി ഞാൻ എൻ്റെ ബ്ലോക്സ് ഫ്രൂട്ടോട്ട് കളവില്ല. ഓ ഇപ്പം ആള് പഠിച്ച് കണ്ട അത്ര ദൂരത്തേക്കൊക്കെ അടിക്കാണെങ്കിൽ ഹൈറ്റിൽ പോയി. ഓ ഓക്കെ ഇനി ഞാൻ എൻ്റെ ന്യൂ സ്കിൽ അവൈലബിൾ നോക്കട്ടെ. സ്പൈക്കിനിടാ വേൾഡ്. ഓ സ്പൈക്കിൻ്റെ വേൾഡ് സീരാട്ടാ. ഞാനൊന്ന് ട്രൈ ചെയ്തോ. ആളെ ചത്തേ ആവാ. ആരെങ്കിലും ഫ്രൂട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഓ സീൻ പുതിയ സീനാ. എനിക്കിനി എൻ്റെ സ്വാഡാട്ട് അപ്ഗ്രേഡ് ചെയ്യണം. അതിപ്പോൾ അപ്ഗ്രേഡ് ആവും. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൻ്റെ സീനാ. നമ്മുടെ സ്പൈക്കിൻ്റെ ഉള്ളിൻ്റെ സീനാട്ടാ ഗൈസ്. അൺബിലീവബിൾ. ഓക്കെ
കൈൻഡ് ഹാർട്ടഡ് അതാരാ പ്രൊനൗൺസ് ചെയ്യാം. ഒന്നെങ്കിൽ 2 സ്കില്ല് സ്വാഡിലും ഫ്രൂട്ടിലും 2 സ്കില്ല് ചെയ്യാൻ പറ്റും. അതിപ്പോവും 29 28 ഡ്യൂൽ കട്ടായ സ്വാഡിക്കാൻ. എന്നിട്ട് 30 ഇപ്പം ആവുക. ആരാ കണ്ട് വിളിച്ചുട്ടാ കൂടി കേട്ടാ നിങ്ങളെ മൈൻഡ് ചെയ്യണ്ട. ഹെഡ് ഷോട്ട് അടിച്ചു. വേൾവിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആള് ഹൈറ്റ് തുറന്നിടി ഇപ്പം അൺലോക്ക് ആവും. ഞാൻ അൺലോക്ക് ചെയ്തിട്ട് ഞാൻ വീഡിയോ നിർത്തുള്ളൂ. അൺലോക്ക് ആവും. രണ്ടുപേരുണ്ട് കേട്ടോ. ഇപ്പം എന്നെ പോകും. രണ്ടുപേരല്ല ഒരാളുള്ള പെട്ടെന്ന് കേട്ടോ. 2 പേരുണ്ട്. ഓ ആളവിടെ അടിച്ച് എത്തും. സ്വാഡിനും ഉണ്ടൊരു വേൾവിൻ്റെ നമ്മളെ സ്പൈക്കിനും ഉണ്ടൊരു വേൾവിൻ്റെ. പക്ഷെ ടോട്ടലി ഡിഫറെൻ്റ് ആട്ടോ രണ്ടിൻ്റെ വേൾവിൻ്റെ. 29 നീ ഒരു മാസ്റ്ററി കൂടി ആയിക്കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ടോർണേഡോ കിട്ടുകയും പഠിക്കുന്ന കോളേജ് വണ്ടി ഇല്ല. അത് താഴെ വാങ്ങത്തില്ല. ഞാൻ പിന്നെ ഇന്നലെ ഞാൻ നമ്മളുടെ ദ ബേബി ഇൻ യെല്ലോ കളിക്കുന്ന ഇട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലാസ്റ്റ് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അതപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് അത് എന്നിട്ടാ ചെയ്യേണ്ടത് അറിയണമെങ്കിൽ കമൻറ്റിൽ ഇട്ടോളോ. എന്നിട്ടാ ചെയ്യേണ്ടത് ഞങ്ങൾക്കത് പിടികിട്ടില്ല. ലാസ്റ്റ് ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത് പിടികിട്ടില്ല. ഞങ്ങൾ ബേബിനെ കൊണ്ട് ബെഡിൽ കിടത്തി. എന്നിട്ടും പറയാണ് ടേക്ക് ബേബി ടു ദ ബെഡ് എന്ന്. അപ്പോൾ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. കളിക്കണവർ അറിയുകയാണെങ്കിൽ അവർ പറഞ്ഞതോളാം. അങ്ങനെ ഹെൽപ്പ് ചെയ്യണവർക്കൊക്കെ ഞാൻ റോബക്സും ഫ്രൂട്ടുകളും ഒക്കെ കൊടുക്കുന്നുണ്ടാവും. അത് ശരി. ആളുടെ വിചാരം എന്നാ ഞാനാരാന്ന് എൻ്റെ വേൾവിൻ്റെ കാണിച്ചാൽ ആൾക്ക് ഞാൻ ഒന്ന് കാണിച്ചെടുക്കട്ടെ. ഓ ആളെങ്കിൽ സ്വൈര്യം തരുന്നില്ല. ഇപ്പോടി ഞാൻ കൊല്ലൂട്ടാ.
ആൾക്കൊരു കെട്ടാനേ ഉള്ളു, അടിയിൽ കെട്ടാനില്ല. നാളെ വീൾവിൻ്റെ പഠിപ്പിച്ചു കൊടുക്കാം. ഒന്നാ പിടിച്ചോ എത്ര ഉള്ളു വീൾവിൻ്റെ? എത്ര ഉള്ളോ? പക്ഷെ എന്താ നോക്കടേ, ആളെന്നൊന്നും സമ്മതിക്കണില്ലേ. New skill available. Tornado. ടൊർണേഡോ ഒന്നിട്ടുണ്ടായി, ഒരു കാര്യമില്ല ടൊർണേഡോയില്. പക്ഷെ കഷ്ടപ്പെട്ടതൊക്കെ ബുദ്ധിയായി. ടൊർണേഡോ എന്തത് ഇതുകൊണ്ട് കാര്യം ഒന്നുകൂടി ഞാൻ നോക്കട്ടെ. ഞാൻ ആള് കമന്റ് ഇട്ടുണ്ട്, ഞാൻ ഓക്കെ കൊടുക്കും. ആള് പാവം, പ്ലീസ് സ്റ്റോപ്പ് എന്നൊക്കെ ഇട്ടേക്കുന്നു. ഞാൻ എനിക്കൊരു ഫ്രൂട്ടില്ലേ കഴിച്ചു. ഇപ്പോൾ എനിക്ക് നല്ല വിഷമുണ്ട്. ഇപ്പം സ്പൈക്കുള്ള പക്ഷെ ബ്ലാക്ക് ഫ്രൂട്ട്സ് ആൾക്കാരെ എനിക്ക് ഫ്രൂട്ട് വരുന്ന പറഞ്ഞിട്ട് ഷോപ്പ് എത്തിയപ്പോൾ പറയുന്നത് എനിക്ക് $32,000 ഒക്കെ വേണമെന്ന്. എന്ത് കഷ്ടം നോക്കൂ. റോബക്സ് വേണം. ഇത് ഡോളേഴ്സിൽ വിൽക്കണില്ല, അതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇപ്പോൾ എൻ്റെ സ്പൈക്കിന് 380 റോബക്സ് ആട്ടോ. സ്പൈക്ക് വിൽക്കാൻ പറ്റുമോ അറിയില്ല. പിറ്റേ രാത്രി റോബക്സ് വെച്ചിട്ട് മാഗ്മ ബുദ്ധ, പക്ഷെ ബുദ്ധയും റംബിൾ അല്ലെങ്കിൽ ഗ്യാസ് ഫ്രൂട്ടൊക്കെ വേണം. ടീറക്സാണ് ഗ്യാസ് ഫ്രൂട്ട്. അവിടെ ഗ്യാസൊക്കെ എനിക്ക് കാണുന്നുണ്ട്. ബട്ട് എൻ്റെ പ്രശ്നം എനിക്ക് എത്ര റോബക്സ് വാങ്ങിക്കാൻ നോക്കുന്നുണ്ട്. ലിയോപ്പാഡ്, കിച്ചന്, ഡ്രാഗണും കിച്ചന് ഇടും. പെർമനൻ്റാ ഡ്രാഗൺ, കിച്ചനും പെർമനൻ്റ്. 4,000 5,000 ഒക്കെയാണ് ഈ സാധനത്തിന്. ബാക്ക് ഡ്രാഗണിന് 5,000, ഗ്യാസിന് 2,500 റോബക്സ്, സ്പിന്നിന് 75. ഇതെന്തിട്ടത്? ഡിസ്കൗണ്ടഡ് ഡ്രാഗണാ. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്കാ. Purchase this product for yourself or for friend. Buy. Guys, ഇത് ഗിഫ്റ്റ് ഗൈസ്, ഇത് ക്വസ്റ്റ്യൻ മാർക്ക് റോബക്സ് ആണ്. എന്തിട്ടപ്പം അതിൻ്റെ ഇത് പർച്ചേസ് പ്രൊഡക്റ്റ് ബൈ കൊടുത്തിട്ട് ബൈ ആവില്ലേ. ഗൈസ് അപ്പോൾ എനിക്ക് പക്ഷെ അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കെന്തോ അറിയുന്നു. അപ്പൊ അങ്ങനെ ടൊർണേഡോ പവറൊക്കെ ഗൈസ്. ഞാനാരാധ ഇവരൊക്കെ വിചാരിച്ച എന്താ പിടിച്ചോട്ടാ ചാവലിര് ടോർണേഡോക്ക് ഇതിൻ്റെ വേൾഡ് ടോർണേഡോ ടോട്ട. എനിക്കൊരു ഫ്രൂട്ടില് കേസ് ഇപ്പോൾ ഇതല്ല ഇഷ്ടപ്പെട്ടാ കേസ്.
ഇയാളെ ഞാൻ പാടുന്നു ഇന്നാ പിടിച്ചോ അവർക്കയില്ല തോൽവിധി ഇത്രയുള്ളൂ സ്പൈക്കി ബോൾ സ്പൈക്കി ബരേജ് അതൊക്കെ എനിക്ക് വേണമെന്നുണ്ട് ബട്ട് ഓ ഗൈസ് അത് ഇതെപ്പോഴും ഇങ്ങനെ ആവുണ്ടല്ലോ ഓളെ ഞാൻ ഒന്ന് കൊന്നിട്ടേനും ഇവിടെ ഒന്ന് പോകണുള്ളൂ ടോർണേഡോ എന്നാ പിടിച്ചോനെ ടോർണേഡോ ചക്ക കളിക്കട്ടോനെ ചത്ത് ആള് ചത്തു ലെതർ കിട്ടിയിട്ടൊക്കെ ഐറ്റംസ് ലെതർ 4 ലെതേഴ്സ് ഉണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി ഗൈസ് കം ടു ജംഗിളാണ് ഞാൻ ജസ്റ്റ് റിപ്പിൻഡറാണ് ഇട്ടേക്കണ് കേട്ടോ ഗൈസ് കം ടു ജംഗിൾ റിപ്പിൻഡർ ആയതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ജംഗിളിൽ പോവും ഞാൻ റിപ്പിൻഡറാണ് ആഡ്മിനാണ് പറയണത് ഞാൻ ജസ്റ്റ് ജംഗിളിൽ വേഗം ഒന്ന് പോകണം എനിക്ക് ആവശ്യമാണ് റിപ്പിൻഡറാക്കിയിരിക്കണം ഡോറന്ന് ഗൈസ് ആഡ്മിനാട്ടോ പറയണ റിപ്പിൻഡർ അതുകൊണ്ട് ഞാൻ പോയേ പറ്റൂ പക്ഷെ ഇത് ഡ്രൈവ് ചെയ്യുന്ന നേരെ അറിയില്ലേ ഗൈസ് വേഗം ജംഗിളിൽ പോകണം ജംഗിള് ഒരു കാര്യം ചെയ്യാം ഞാനേ തൽക്കാലത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യല്ലേ ഇതിക്ക് പൈറേറ്റ് സ്റ്റാർട്ടറിലേക്ക് അപ്പോൾ അവിടെ എനിക്ക് ജംഗിളിൽ പോസിബിളാ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം റിപ്പിൻഡറാണ് പറയണേ ആഡ്മിൻ സോ ആഡ്മിനായതുകൊണ്ട് പറയണ പോലെ ചെയ്യണം പിന്നെ പണിയാവും ഡീലർ ജസ്റ്റ് ഫ്രീ ബോട്ട് നോക്കിയാ വേണ്ട ബാക്ക് ഡിഗ്ഗയിൽ വച്ചാ പോരാ സ്പീഡിലെങ്കിലും ജസ്റ്റ് ചത്താര ഓ ഷിറ്റ് ഞാൻ പറഞ്ഞില്ല ഞാനപ്പോ പോടില്ല ഗൈസ് ഞാനപ്പോ വൈകിട്ട് ചെയ്യാൻ പോവാണേ ബൈ